വിഷു സ്പെഷ്യലായിട്ട് ഒരു സിനിമ ഡിസ്കസ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴേ മനസ്സിലേക്ക് വന്ന സിനിമ നന്ദനമായിരുന്നു. ചില സിനിമകൾ അതുപോലെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകില്ല. അതുപോലൊരു സിനിമയാണ് നന്ദനം. അതിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ നമ്മൾ ഒരിക്കലും മറക്കില്ല. പക്ഷെ ചോദ്യം എപ്പോഴും ബാക്കിയാണ്. അമ്പലപ്പാട്ട് തറവാട്ടിൽ ബാലാമണിയുടെ പ്രാർത്ഥന കേട്ട് ഓടിയെത്തിയത് ശരിക്കും ഗുരുവായൂരപ്പൻ തന്നെ ആയിരുന്നോ, അതോ അതല്ല അവളുടെ തോന്നലുകൾ മാത്രമായിരുന്നു? നമുക്ക് നന്ദനം എന്ന സിനിമയുടെ അത്ഭുതങ്ങളുടെ ലോകത്തേക്കൊന്ന് പോയി നോക്കാം. 2002 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നന്ദനം ഒരു സിനിമ എന്നതിലുപരി ഒരു അനുഭവമായിരുന്നു. സിനിമ കണ്ടിറങ്ങിയ ഓരോരുത്തരുടെയും മനസ്സിലൊരു കുഞ്ഞ് സങ്കടവും ഒത്തിരി പ്രതീക്ഷകളും പിന്നെ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു ചോദ്യവും ബാക്കി വെച്ചൊരു ഫീലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നന്ദനം വീണ്ടും കാണുമ്പോൾ നമ്മളെല്ലാം മനസ്സിലേക്ക് ഒരേ ചോദ്യം വരും. ആ തറവാട്ടിൽ ആരും കാണാതെ ബാലാമണിയെ സഹായിക്കുമെന്ന ചെറുപ്പക്കാരൻ, ആ ഉണ്ണി ആരായിരുന്നു? ഉണ്ണി വ്ലോഗ്സിലെ ഉണ്ണിയാണോ, അതോ അയൽപക്കത്തെ ജാനകിയുടെ മകനാണോ? ഇതൊന്നും അല്ലെങ്കിൽ തന്റെ ഭക്തിയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന കേട്ട് രൂപം മാറി ഭൂമിയിലേക്ക് വന്ന സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നു അത് തന്നെയാണ്. നന്ദനത്തിലെ ആ ദൈവികത വെറും സങ്കല്പമായിരുന്നു, അതോ ഒരു യഥാർത്ഥ അത്ഭുതമായിരുന്നു? ബാലാമണിയുടെ ആ നിഷ്കളങ്കമായ വിശ്വാസവും സിനിമയിലെ സംവിധാനം രഞ്ജിത്ത് വളരെ മനോഹരമായി ഉപയോഗിച്ച മാജിക്കൽ റിയലിസം എന്ന ടെക്നിക്കും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇത് വെറും ഒരു സിനിമ റിവ്യൂ അല്ല, മറിച്ച് വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു നേർത്ത വരയെക്കുറിച്ചുള്ള ഒരു സിനിമാറ്റിക് അന്വേഷണമാണ്. നന്ദനത്തിന്റെ ആത്മാവ് ബാലാമണി തന്നെയാണ്. നവ്യ നായർ അവിസ്മരണീയമാക്കിയ ആ കഥാപാത്രം വെറും ഒരു വേലക്കാരിയല്ല, അനാഥയാണെങ്കിലും സ്വന്തമായ വ്യക്തിത്വവും അഭിമാനവുമുള്ള ലോകത്തെ നന്മ മൊത്തം ഉള്ളൊതുക്കിയ ഒരു സാധാരണ പെൺകുട്ടി. അവളുടെ ലോകം വളരെ ചെറുതാണ്. അമ്പലപ്പാട്ടിൽ തറവാട്, പിന്നെ അവിടുത്തെ അമ്മൂമ്മ, അതായത് ഉണ്ണിയമ്മ എന്ന അമ്മൂമ്മ, കൂടെ താമസിക്കുന്ന 3 അമ്മമാർ, പിന്നെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൻ. ഗുരുവായൂരപ്പനോടുള്ള അവളുടെ ഭക്തി ശരിക്കും പറഞ്ഞാൽ അതൊരു ആരാധനയല്ല, അതൊരു ആഴത്തിലുള്ള സൗഹൃദമാണ്. സിനിമയുടെ തുടക്കം മുതൽക്ക് നമുക്കത് കാണാൻ കഴിയും. ഓരോ ദിവസവും കണ്ണന്റെ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് വെച്ചിട്ട് അവൾ സംസാരിക്കും. അത് പ്രാർത്ഥന പോലല്ല, പരാതികളും പരിഭവങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവെക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിനുള്ള സംസാരം. എന്തിനാ കണ്ണ എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവൾ കണ്ണനോട് വഴക്കിടും, സ്നേഹത്തോടെ വഴക്ക് പറയും, ചിലപ്പോൾ കൊഞ്ചും. പക്ഷേ ഈ സംസാരവും നമുക്ക് ഭ്രാന്തായിട്ട് തോന്നാത്തത് അവളുടെ വിശ്വാസത്തിന്റെ ആഴം അത്ര വലുതായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിനും സങ്കല്പത്തിനും ഇടയിലുള്ള ഒരു ലോകത്താണ് ബാലാമണി ജീവിക്കുന്നത്. അവളുടെ കണ്ണൻ അവൾക്ക് കല്ലിലോ ചിത്രത്തിലോ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, എപ്പോഴും കൂടെയുള്ള എല്ലാം കേൾക്കുന്ന ഒരു കൂട്ടുകാരനാണ്. ബാലാമണിയുടെ ആ സിനിമയിലെ ആദ്യ ഡയലോഗ് തന്നെ, എൻ്റെ ഗുരുവായൂരപ്പ എന്താ ഇങ്ങനെ ഒരു സ്വപ്നം എന്നാണ് ആദ്യത്തെ ഡയലോഗ് തന്നെ. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 ആഗ്രഹങ്ങൾ: ഒന്ന്, എങ്ങനെയെങ്കിലും ഗുരുവായൂർ പോയി കണ്ണനെ നേരിൽ കാണണം; 2, സ്വപ്നത്തിൽ കണ്ട പിന്നീട് ജീവിതത്തിലേക്ക് വന്ന താൻ സ്നേഹിക്കുന്ന മനുവേട്ടന്റെ കഴുത്തിൽ ഗുരുവായൂർ അമ്പലം നടയെ വിളിച്ചൊരു തുളസിമാല ഇടണം. ഈ ആഗ്രഹങ്ങൾ സാധിക്കാനായി അവൾ എപ്പോഴും കണ്ണനോട് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. ജീവിതത്തിലെ ഓരോ പ്രശ്നത്തിലും അവൾ ഓടിച്ചെന്ന ആ ചിത്രത്തിന് മുന്നിലേക്കാണ്. ഈ ഉറച്ച വിശ്വാസമാണ് നന്ദനം എന്ന സിനിമയെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രധാന ശക്തി. പിന്നീട് സിനിമയിൽ നടക്കുന്ന ഓരോ അത്ഭുതങ്ങൾക്കും വഴിയൊരുക്കുന്ന ബാലാമണിയുടെ ഈ നിഷ്കളങ്കമായ ഭക്തിയാണ്. ഒരുപക്ഷെ ഇത്ര തീവ്രമായി വിശ്വസിക്കുന്ന ഒരാളുടെ മുന്നിൽ അത്ഭുതങ്ങൾ പോലും സത്യമായി മാറുമെന്ന സംവിധാനം നമുക്ക് ആദ്യമേ പല സൂചനകൾ തന്നാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുവന്നത്. ബാലാമണിയുടെ ശാന്തമായ ലോകത്തേക്ക് 2 പുരുഷന്മാർ വരുന്നതോടെയാണ് നന്ദനത്തിന്റെ കഥയാകെ മാറുന്നത്. ഒന്ന്, അവളുടെ പ്രണയം മാറുന്ന മനു; 2, അവളുടെ വിശ്വാസത്തിന്റെ അടയാളമായി വരുന്ന ഉണ്ണി. അമ്മൂമ്മയെ കാണാൻ ബാംഗ്ലൂരിൽ നിന്നും ഓടിയെത്തുന്ന മോഡേൺ ചെറുപ്പക്കാരനാണ് മനു. നമ്മുടെ പൃഥ്വിരാജിന്റെ ആദ്യത്തെ സിനിമയാണ്. ഇപ്പം പൃഥ്വിരാജ് സാർ എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, മനുവിലേക്ക് വരാം. മനുവിന്റെ ക്യാരക്ടർ സിറ്റിയിൽ വളർന്ന ആളാണെങ്കിൽ ഗ്രാമത്തിലെ നന്മയും നിഷ്കളങ്കതയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ബാലാമണിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ അയാൾ പതുക്കെ ആകർഷിക്കപ്പെടുന്നു. അവർക്കിടയിൽ നല്ല ക്യൂട്ടായൊരു പ്രണയം തുടങ്ങുന്നു. പിന്നെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടുന്നുള്ള പാട്ടൊക്കെ, ആ പ്രണയത്തിന്റെ ഭംഗിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് കാണിച്ചത്. പക്ഷെ നമ്മുടെ ചർച്ചകളിലെ പ്രധാനപ്പെട്ട ആൾ 2ാമത്തെ ആളാണ്. അയൽപക്കത്തിലെ വീട്ടിലെ ഉണ്ണിയായി വരുന്ന അരവിന്ദന്റെ കഥാപാത്രം. അരവിന്ദന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രം ഇതല്ലാതെ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അത്ര മനോഹര കഥാപാത്രം. ഈ ആളുടെ വരവ് വളരെ സാധാരണമായിട്ടാണ്. ഇത് അയൽപക്കത്തെ ജാനകിയുടെ മോന എന്നൊരു പരിചയപ്പെടുത്തിയോടെ ഒരു പുഞ്ചിരിയുമായ അയാൾ ബാലാമണിയുടെ ജീവിതത്തിലേക്ക് വരുന്നു. എന്നാൽ പതിയെ നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും ഈ ഉണ്ണി അത്ര നിസ്സാരക്കാരനല്ല എന്ന്. അയാൾ വന്ന് വലിയ അത്ഭുതങ്ങളൊന്നും കാണിക്കുന്നില്ല. കടലിനെ വഴിമാറ്റുകയോ അല്ലെങ്കിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം ബാലാമണി എപ്പോഴൊക്കെ തളർന്നിരിക്കുന്നുവെന്നോ അപ്പോഴെല്ലാം ഒരു ആശ്വാസമായി ഒരു പുഞ്ചിരിയോടെ അയാൾ അവിടെ എത്തും. അവളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ലെന്ന് അവൾ ഉറപ്പിക്കുന്ന നിമിഷങ്ങളിൽ അയാളെ പറയും, വിശ്വാസം കൈവിടരുത്, എല്ലാം ശരിയാകുമെന്ന്. ഗുരുവായൂർക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മനുവായിട്ട് കല്യാണം മുടങ്ങുമെന്ന് തോന്നുമ്പോൾ, അങ്ങനെ ഓരോ പ്രശ്നത്തിലും ഒരു നിഴല് പോലെ അവൾക്ക് ധൈര്യം കൊടുക്കാൻ അയാൾ എത്തുന്നു. ഇവിടെയാണ് സിനിമയിൽ മാജിക്കൽ റിയലിസം എന്നൊരു സംഭവം ഗംഭീരമായി ഉപയോഗിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ സാധാരണ റിയൽ ലോകത്ത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊരു ഫാന്റസി സിനിമ പോലല്ല. ഇവിടെ അമാനുഷികമായ കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല. പക്ഷെ അത് ലോകത്ത് നടക്കുന്ന ഒരു റിയൽ ആയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നു.
നന്ദനത്തിൽ ഉണ്ണിയുടെ ഇടപെടൽ അങ്ങനെയാണ്. അവൻ വരുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ്. പക്ഷെ അവൻ്റെ സംസാരവും സാന്നിധ്യവും നമ്മളെ ഒരു ദൈവികമായ തലത്തേക്ക് കൊണ്ടുപോകും. ഇത് ബാലാമണിയുടെ തോന്നലാണോ അതോ ശരിക്കും ദൈവം ഇടപെടുന്നതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ പ്രേക്ഷകൻ ഉണ്ടാക്കാൻ ഇത് ഈ ഒരു കഥയെ കൂടെ സംവിധാനം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഉണ്ണി ശരിക്കും ആരായിരുന്നു? ഇതിന് 2 സാധ്യതകളാണ് സിനിമ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഒന്ന്, അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഇടപെടലായിരുന്നു. 2, അത് ബാലാമണിയുടെ കടുത്ത വിശ്വാസം അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കിയ ഒരു രൂപമായിരുന്നു. നമുക്ക് ഈ 2 സൈഡ് ഒന്ന് പരിശോധിക്കാം. ഇതൊരു ദൈവികമായ ഇടപെടലായിരുന്നു എന്ന തീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയുണ്ട്. മുൻപ് പറഞ്ഞ പോലെ ബാലാമണി എപ്പോഴൊക്കെ തളർന്നു പോകുന്നു അപ്പോഴൊക്കെ ഒരു മാലാഖയെ പോലെ ഉണ്ണി അവിടെ എത്തും. ഗുരുവായൂർക്ക് പോകാനുള്ള എല്ലാ വഴി അടയുമ്പോൾ അത് നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഉണ്ണിയുടെ സാന്നിധ്യത്തിലാണ്. ബാലാമണിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു മെന്റലിസ്റ്റിനെ പോലെ പറയുമ്പോഴും ഒരുപിടി മഞ്ചാടിക്കുരു അറിഞ്ഞ് ബാലാമണിയുടെ മുന്നിൽ മായാജലം കാണിക്കുമ്പോഴും കണ്ണൻ പറയുന്ന ഒരു വാചകമുണ്ട്: വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകളുണ്ട്. ബാലാമണിയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സമയത്തും ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഉണ്ണി പരോക്ഷമായി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. മനുവിന്റെ ഉറപ്പിച്ച കല്യാണം മുടങ്ങുന്നതും അങ്ങനെ മനുവും ബാലാമണി ഒരുമിക്കുമ്പോഴും എല്ലാം ഉണ്ണിയുടെ ഒരു അദൃശ്യ സാന്നിധ്യം പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യും. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് സിനിമയുടെ ക്ലൈമാക്സിലെ ആ ട്വിസ്റ്റാണ്. ജാനുവേടത്തിയുടെ മകനായ ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയെ ബാലാമണിയും മനുവും കാണാൻ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷെ അത് ബാലാമണി കണ്ട ഉണ്ണി ആയിരുന്നില്ല, വേറൊരാളായിരുന്നു. ആ നിമിഷം വരെ ഒരുപക്ഷെ ഇത് ജാനകിയുടെ മകൻ തന്നെയാകാം എന്ന് കരുതിയ നമുക്ക് മുന്നിലേക്ക് ബാലാമണി സഹായിക്കാൻ വന്നത് ഈ ലോകത്തുള്ള ഒരാളല്ല എന്നൊരു ശക്തമായ സൂചന കിട്ടുകയാണ്. അവളെ പ്രാർത്ഥന കേട്ട് ഗുരുവായൂർ കണ്ണൻ തന്നെയാണ് ഉണ്ണിയായി വന്നതെന്ന് വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പവർഫുള്ളായ നിമിഷം അതാണ്. അവസാനം മനുവായി ഗുരുവായൂരപ്പനെ തൊഴാൻ ഓടിപ്പോകുമ്പോൾ ബാലാമണി മാത്രം ഗുരുവായൂർ അമ്പലം നടയിൽ അവർ കണ്ട ഉണ്ണിയെ കാണുന്നുണ്ട്. അവൻ ബാലാമണി ഒരു പുഞ്ചിരിയോടെ നോക്കി ഗുരുവായൂർ അമ്പലം നട അലിഞ്ഞില്ലാതാകുകയാണ്. അതോടെ തന്റെ മിഷൻ പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു ദൈവിക സാന്നിധ്യമായിരുന്നു അതെന്ന് സിനിമ ഉറപ്പിച്ച് പറയുന്നവർ നമുക്ക് തോന്നും. ഇനി നമുക്ക് 2ാമത്തെ സാധ്യത നോക്കാം. ഉണ്ണി എന്നത് ബാലാമണിയുടെ കടുത്ത വിശ്വാസം അവളുടെ ഉപബോധ മനസ്സിലുണ്ടാക്കിയ ഒരു രൂപം മാത്രമായിരുന്നു. അവളുടെ ടെൻഷനും പ്രശ്നങ്ങളും മറികടക്കാൻ അവളുടെ മനസ്സ് തന്നെ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ആ കഥാപാത്രം. ഈ വാദത്തിന് സിനിമയിൽ തെളിവുകളുണ്ട്. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഉണ്ണി വരുന്നത് എപ്പോഴും ബാലാമണിയുടെ കാഴ്ചപ്പാടിലാണ്. അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അവളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുമാണ് അവൻ്റെ വരവ്. മറ്റ് കഥാപാത്രങ്ങൾ ആരും അവനെ കാണുകയോ കാര്യമായി ഇടപെടുകയോ ചെയ്യുന്നില്ല. അവൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ പോലും ശരിക്കും ബാലാമണിയുടെ ഉള്ളിൽ അവൾക്ക് തന്നെ അറിയാവുന്ന ഉത്തരങ്ങളാകാം. വിശ്വാസം കൈവിടരുത് എന്ന് പറയുന്നത് ആ സമയത്ത് അവളോട് തന്നെ പറയുന്ന പോലാണ്. നമ്മുടെ ഡോക്ടർ സണ്ണി പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത്തരം കോപ്പിംഗ് മെക്കാനിസങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാണ്. ബാലാമണി സംബന്ധിച്ച് അവളുടെ ലോകം മുഴുവൻ കണ്ണനാണ്. അതുകൊണ്ട് അവൾക്കൊരു സഹായം വേണ്ടി വരുമ്പോൾ ആ സഹായം കണ്ണന്റെ രൂപത്തിൽ തന്നെ വരുന്നു എന്ന് അവൾ സങ്കല്പിക്കുന്നത് സ്വാഭാവികമാണ്. സിനിമയുടെ അവസാനം മനുവുമായുള്ള അവളുടെ കല്യാണം ഉറപ്പിക്കുകയും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തീരുകയും ചെയ്തതോടെ ആ ഉണ്ണിയുടെ ആവശ്യം ഇല്ലാതാകുന്നു. അതോടെ അയാൾ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. അവളുടെ പ്രശ്നങ്ങൾ തീർന്നപ്പോൾ ആ മാനസിക പ്രതിഭാസവും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് നമ്മുടെ നാഗവല്ലി മാടശ്ശേരി തമ്പി അല്ല സോറി ശങ്കരൻ തമ്പിയെ കൊന്ന് പ്രതികാരം തീർത്ത് ഒഴിഞ്ഞു പോയ പോലെ ഇവിടെയും അങ്ങനെ സംഭവിച്ചായി കൂടെ എന്ന് നമുക്ക് കരുതാം. ഈ 2 വ്യാഖ്യാനങ്ങളും ഒരുപോലെ സാധ്യമാക്കി എന്നാണ് നന്ദനത്തിന്റെ വിജയം. അത് ദൈവമായിരുന്നു അതോ തോന്നലായിരുന്നു എന്നതിന് സിനിമ വ്യക്തമായ ഒരു ഉത്തരം തരുന്നില്ല. പകരം ആ ഉത്തരം കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം സംവിധായകൻ നമുക്ക്, അതായത് പ്രേക്ഷകർക്ക് വിട്ടുതരുന്നു. നിങ്ങൾ അടിയുറച്ചൊരു വിശ്വാസിയാണെങ്കിൽ ബാലാമണി സഹായിക്കാൻ സാക്ഷാ ഗുരുവായൂരപ്പൻ തന്നെ എന്ന് വിശ്വസിക്കാം. നിങ്ങൾ യുക്തിവാദിയാണെങ്കിൽ അവളുടെ മനസ്സ് സൃഷ്ടിച്ച ഒരു രൂപമാണെന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ബാലാമണിയെ സഹായിച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പനോ? നമ്മൾ ഇത്രയും നേരം സംസാരിച്ച പോലെ ഇതിന് അതെ എന്നും പറയാം, അല്ല എന്നും പറയാം. അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നു എന്ന് വിശ്വസിക്കാൻ സിനിമ പല അടയാളങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അത് ബാലാമണിയുടെ മനസ്സിന്റെ ഒരു കളി മാത്രമാകാം എന്ന രീതിയിൽ നമുക്ക് സിനിമയെ തള്ളിക്കളയാൻ പറ്റും. ഒരുപക്ഷെ ശരിക്കുള്ള ഉത്തരം ആ ചോദ്യത്തിലല്ല. ആരാണ് സഹായിച്ചതെന്നതിലുപരി ഉറച്ച നിഷ്കളങ്കമായ വിശ്വാസത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നൊരു സന്ദേശമാണ് നന്ദനം നൽകുന്നത്. ബാലാമണിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. അത് ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് ചെയ്തതാണോ അതോ അവളുടെ വിശ്വാസം അവൾക്ക് വഴികൾ തുറന്നു കൊടുത്തതാണോ എന്ന് 2ാമത്തെ കാര്യമാണ്. പ്രധാനം ഇതാണ്, അവളുടെ വിശ്വാസം അവളെ കൈവിട്ടില്ല. ദൈവം അല്ലെങ്കിൽ ദൈവികത എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ രൂപത്തിലോ ആ ഭാവത്തിലോ ഒന്നും ആകണമെന്നില്ല വരുന്നത്. ചിലപ്പോൾ ഒരു ആശ്വാസവാക്കായി, ഒരു സഹായമായി, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ നേടാനുള്ള ഒരു ധൈര്യമായി ആ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പം നന്ദനം നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ, ആ വിശ്വാസം ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. ആ അത്ഭുതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. ദൈവമെന്നോ പ്രപഞ്ചത്തിന്റെ ശക്തി എന്നോ മാനിഫെസ്റ്റേഷൻ എന്നോ അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നോ എന്തും പറയാം. പക്ഷെ അത് സംഭവിക്കുന്നത് തന്നെയാണ് നന്ദനം എന്ന സിനിമ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നന്ദനത്തിലെ ഉണ്ണി ആരായിരുന്നു എന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള സിനിമാ വിശകലനക്കായി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ചോദ്യം കൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിശ്വാസം കൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് അനുഭവങ്ങൾ കമൻ്റ് ആക്കിയിടുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ.